സെയ്ഫ് അലി ഖാൻ റേസ് പോലത്തെ ഗെറ്റപ്പിൽ വരുന്ന സിനിമ ദ ജുവൽ തീഫ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ ടീസർ ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം കുറച്ച് എക്സ്പെക്ടേഷൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായി. ഒന്നാമത് സിദ്ധാർത്ഥ ആനന്ദാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. പക്ഷെ ഈ സിനിമ ദ ജുവൽ തീഫ് ഒരു ബോറിംഗ്, ഒരു പഞ്ചില്ലാത്തൊരു ഹേസ്റ്റ് പടമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഡയറക്ടഡ് ബൈ കൂക്കി ഗുലാട്ടി, റോബി ഗ്രുവാൾ. ഇവര് ഒരു എബോവ് ആവറേജ് എക്സിക്യൂഷനാണ് സിനിമയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണ് സ്ക്രീൻ പ്ലേയിൽ ഉള്ളത് അത് അവർ ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ബൈ ഡേവിഡ് ലോഗൻ. കോമൺ സ്റ്റോറി വിത്ത് നോ ലോജിക് അറ്റ് ഓൾ. ലോജിക് എന്ന സംഭവം നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമ നമ്മൾ ഉടനീളം കാണുമ്പോൾ നമ്മുടെ മനസ്സിലും കുറെ സംശയങ്ങളും ചോദ്യങ്ങളും കുറെ ഉണ്ടാവാൻ വളരെ നല്ല ചാൻസ് ഉണ്ട്. ഈ സംശയങ്ങളും ചോദ്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയ്ഫ് അലിഖാൻ എങ്ങനെ ഗെറ്റപ്പ് മാറി, സെയ്ഫ് അലിഖാൻ എങ്ങനെ ഐഡന്റിറ്റി മാറി, പിന്നെ ഈ ഹൈസ്റ്റ് പോകാൻ പോണ സമയത്ത് അവിടെ CCTVയും ക്യാമറയൊന്നും ഇല്ലേ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വരും. എനിക്ക് തോന്നുന്നത് ഡേവിഡ് ലോഗൻ സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ വേറെ ഏതോ മൂഡിലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊന്നും എഴുതി കൂട്ടില്ലായിരുന്നു. പിന്നെ ഈ സിനിമയിൽ പഞ്ചും ഗുമ്മില്ലെങ്കിൽ പോലും വെറുതെ എന്തിനോ വേണ്ടി ഇങ്ങനെ ഇരുന്ന് കാണാം. എനിക്ക് തോന്നുന്നത് അതിനും വലിയൊരു ഫാക്ടർ ഇതിലെ പെർഫോമൻസുകൾ തന്നെയാണ്. സെയ്ഫ് അലിഖാൻ ബാക്ക് ടു ഹിസ് സേഫ് സോൺ, ആ ഒരു കൂൾ, ഒരു പ്ലേ ബോയ് ക്യാരക്ടറായിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ആൻഡ് മോസ്റ്റ്ലി ഈ സിനിമയുടെ ഷോൾഡേഴ്സിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്, കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു പരിധിയുണ്ട്. പിന്നെ ജഗതി ബഹലാവത്ത് ആണെങ്കിലും ആ വില്ലൻ റോൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വില്ലൻ ഫീൽ നല്ലോണം കിട്ടും. പിന്നെ ഈ പെർഫോമൻസസ് ഇതിൽ ഏതായാലും വലിയൊരു സേവിങ് ഗ്രീസ് തന്നെയാണ്. നികിത ദത്ത നന്നായിട്ട് തന്നെ, ഡീസന്റ് ആയിട്ട് തന്നെ, വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുനാൽ കപൂർ, കുൽഭൂഷൺ കർബന്ത ഇവരും നന്നായിരുന്നു. പിന്നെ ആരുടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഒരു വൃത്തികെട്ട സ്കോറുകൾ ചെയ്തിരിക്കുന്നത്. ഞാൻ അതേ മുതലേ പറഞ്ഞല്ലോ ഈ സിനിമയ്ക്ക് ഒരു പഞ്ചില്ല പഞ്ചില്ല എന്ന്. അപ്പൊ ഈ പഞ്ചില്ലായ്മ തോന്നാനുള്ള ഏറ്റവും വലിയ കാരണം ഇതിന് വളരെ മോശമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സിനിമയിൽ ഇതുവരെ മര്യാദയ്ക്ക് ചെയ്യാത്ത ഏതൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വ്യക്തിനെ കൊണ്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. പിന്നെ ഇതിന്റെ സോങ്സ് ആണെങ്കിൽ പോലും സച്ചിൻ ജിഗറാണ് ഇതിന്റെ സോങ്സ് ചെയ്തിരിക്കുന്നത്. അവര് സ്ത്രീ ടൂലൊക്കെ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് സോങ്സ് ആണെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെ വന്നേ. അവർക്ക് കൂടുതൽ പറ്റുന്നത് ഈ ഒരു നല്ല മെലോഡിയസ് ആയ സോങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യലാണ്. ഈ സ്റ്റൈലിഷ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്തോ ഒട്ടും വർക്ക്ഔട്ട് ആവുള്ള, അവർ തന്നെ അവരുടെ വില കളയുന്ന പോലെയാണ് പേഴ്സണലി തോന്നുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫി ഡീസന്റ് ആയിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ഭയങ്കര ടൈറ്റ് ആണെങ്കിലും ഈ എഡിറ്റിംഗ് അവർ ഉറങ്ങി ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. ഒട്ടും അങ്ങോട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ല. ലൈറ്റിംഗ് ആണെങ്കിലും ഫസ്റ്റ് സീൻസ് ഒക്കെ ഒടുക്കത്തെ ലൈറ്റ്, വെറുതെ ലൈറ്റ് അടിച്ചടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായി. ഓവറോൾ സെയ്ഫ് അലി ഖാൻ, ജയ്ദി ബഹലാത്തിന് വേണ്ടി മാത്രം ഈ സിനിമ കാണാം. അല്ലാണ്ട് ഈ സിനിമ ഒരു ഫോഗറ്റബിൾ ഹൈസ്റ്റ് ഫിലിം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആണ്.